ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. 4 മണിക്കൊക്കെ കിട്ടിയെങ്കിൽ കൊതിക്കണ പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം, അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുക്കണം. നമ്മൾ അതിലേക്ക് ഒരു ചെറിയൊരു പാത്രം നിറയെ കാബേജ് മുറിച്ചത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചെറുതാക്കി മുറിച്ച കാബേജാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ്. പിന്നെ അതേപോലെ തന്നെ കാബേജ് എത്ര എടുത്തുക്കണം അതിനെ കുറച്ചതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി എടുത്തുക്കണം. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അപ്പക്കാരാണ്. അപ്പോൾ നമ്മൾ അപ്പക്കാരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ആവശ്യത്തിൻ്റെ മുളകും പൊടിയാണ് കേട്ടോ. ഇനി ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ആ കാബേജൊക്കെ അതെല്ലാതും ആവണ രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാകത്തെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു വടക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കുഴവിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം എറിഞ്ഞ് ചെയ്ത് എന്നാൽ അത്യാവശ്യം ഒരു ലൂസിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ലൂസിലാണ് നമ്മൾ കുഴച്ചെടുത്തുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണേ. അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം കയ്യിൽ ഇതേപോലെ കുറച്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഉഴുന്നോടൊക്കെ ഓൾസ് ഉണ്ടാക്കി കൊടുക്കണമാതിരി ഓൾസ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ചട്ടിയിൽ തന്നെ 2-3 ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ടുകാണെങ്കിൽ ഇടുമ്പോൾ കുറച്ച് ഒട്ടിയമാതിരി തോന്നുമെങ്കിലും നല്ലത് നെരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ആദ്യമൊക്കെ സവോളൊക്കെ വില കൂടിയ സമയത്ത് ഇതുപോലത്തെ വടയൊക്കെ ഉണ്ടാക്കിയില്ലേ. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. ഇത് വെറും കാബേജ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേണം നല്ലോണം മൊരിയിച്ചെടുക്കണം. മൊരിഞ്ഞ് കഴിയുമ്പോൾ ആ കാബേജൊക്കെ ഒപ്പം അങ്ങോട്ട് മൊരിയും ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നല്ല ഗോൾഡൻ നിറം അയക്കണേ. ഇനി നമുക്കിതൊരു വാങ്ങി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ പലഹാരമൊക്കെ കഴിക്കണേയും കുഴപ്പമില്ല, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കണേന് കുഴപ്പമില്ല. പക്ഷേ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് വാർന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിലെ തുണിയിലേക്കോ ഒരു പേപ്പറിലേക്കോ ഇട്ടണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ച് കോരിക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കര ടേസ്റ്റിലെ കാബേജ് വട റെഡി ആക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് സിമ്പിളായിട്ടും കാണാനും കഴിക്കാനും ഭംഗിയില്ല ഒരുപാട് റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതേക്കാരം കേട്ടോ.